ഞാനിന്ന് വയനാട് സന്ദർശിച്ചിട്ടാണ് വരുന്നത്. വയനാട്ടിൽ ആന ഇറങ്ങി കൊലപ്പെടുത്തിയ ആളുകളുടെ വീടുകളെല്ലാം ഞാൻ സന്ദർശിക്കുകയുണ്ടായി. വാസ്തവത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയാണ് ഈ വയനാട്ടിൽ നടക്കുന്ന വന്യജീവികളുടെ നടത്തുന്ന കൊലപാതകങ്ങളും മനുഷ്യർക്ക് നേരെ ഉയർത്തുന്ന വെല്ലുവിളികളുമെല്ലാം. ഇത്രയും വലിയ സംഘർഷ സാധ്യത നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവിടെ പോകാത്തത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ജനങ്ങളോട് ബാധ്യതയില്ലേ? ഒരു ജില്ലയിലെ ജനങ്ങൾ മുഴുവൻ ഭയവിഹ്വലരായി കഴിയുന്നു. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പോലും ഭയമാണ്. വീടുകളിൽ നിന്ന് ആളുകൾ പുറത്തിറങ്ങുന്നില്ല. ഏത് സമയത്തും കാട്ടാനയോ കടുവയോ വന്ന് ആക്രമിക്കപ്പെടുമെന്ന ഭീതിയിൽ കഴിയുന്ന ഒരു ജനവിഭാഗം. അവർ അധ്വാനിച്ചുണ്ടാക്കിയ കൃഷികൾ മുഴുവൻ ഈ വന്യജീവികൾ നശിപ്പിക്കുന്നു. എന്നിട്ട് സർക്കാർ മിണ്ടാതിരിക്കുന്നു. മുഖ്യമന്ത്രി പോലും അവിടെ സന്ദർശിക്കുന്നതിൽ വിമുഖത കാട്ടുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കോഴിക്കോടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേണമായിരുന്നെങ്കിൽ വയനാട് സന്ദർശിക്കാമായിരുന്നു. അതിനു പകരം 3 മന്ത്രിമാരെ അവിടെ അയച്ചിരിക്കുകയാണ്. ഒരു ഫലവുമില്ല. വയനാട് ജില്ലയുടെ ചാർജുള്ള വനമന്ത്രി പോലും അവിടെ സന്ദർശിക്കാൻ തയ്യാറായില്ല. വനമന്ത്രി ഏതാണ്ട് മയക്കുവടി ലഭിച്ച ആളിനെ പോലെയാണ് നടക്കുന്നത്. ഇത്രയും നാളായി അദ്ദേഹം ആ ജില്ലയുടെ ചാർജുള്ള മന്ത്രിയായിട്ട് പോലും സന്ദർശിക്കാൻ തയ്യാറായില്ല. ഇന്നും ആന ഇറങ്ങി എന്നുള്ള ഭീഷണിയാണ് ഞാൻ രാവിലെ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ കാണാൻ കഴിഞ്ഞത്. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് അക്രമകാരികളെ കൊല്ലാനുള്ള, മൃഗങ്ങളെ കൊല്ലാനുള്ള അവകാശം നിയമം തന്നെ തരുന്നുണ്ട്. അതുപയോഗിച്ചുകൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം. തന്നെയുമല്ല, കർണാടക ഗവൺമെൻറ്റുമായി സംസാരിച്ച് ഈ കാര്യത്തിൽ എടുക്കേണ്ട മുൻകരുതൽ നടപടികൾ എടുക്കുന്ന കാര്യത്തിൽ എന്തുകൊണ്ട് ഗവൺമെൻറ് വിമുഖത കാട്ടുന്നു? ഇവിടെയെല്ലാമാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ പരാജയം, ഒരു ഭരണകൂടത്തിൻ്റെ പരാജയം, ഒരു വകുപ്പിൻ്റെ പരാജയം നമുക്ക് പൂർണ്ണമായി കാണാൻ സാധിക്കുന്നത്. ഏതായാലും വയനാട്ടിലുണ്ടായ സംഭവത്തിൽ ആളുകളുടെ പേരിൽ, പ്രതിഷേധിക്കുന്ന ജനങ്ങളുടെ പേരിൽ കേസെടുക്കുന്ന നടപടി ഗവൺമെൻറ് അവസാനിപ്പിക്കണം. സ്വാഭാവികമായി ഉണ്ടായിട്ടുള്ള പ്രതികരണമാണ് ഇവിടെ. ആരും ആസൂത്രിതമായി നടത്തിയ ഒരു പൊതുമുതൽ നശീകരണമോ മറ്റൊന്നുമല്ല. 1, 2 അല്ല, എത്രയോ ദിവസങ്ങളായി ആളുകൾ കാട്ടാനയുടെയും വന്യമൃഗങ്ങളുടെയും ശല്യം അനുഭവിക്കുന്നു. കൊലപാതകങ്ങൾ നേരിൽ കാണുന്നു. അതൊക്കെ ഉണ്ടായിട്ടും അതിനെതിരെ ഒന്നും നടപടി സ്വീകരിക്കാത്തപ്പോഴുണ്ടാകുന്ന സ്വാഭാവികമായ പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് പുൽപ്പള്ളിയിൽ ഉണ്ടായത്. ഇന്ന് അതിൽപ്പെട്ട ആളുകൾ എന്നെ കാണുകയുണ്ടായി. അല്ലാണ്ട് അവരവിടെ പൊതുമുതൽ നശിപ്പിക്കുകയോ മറ്റൊന്നുമല്ല അവർ ചെയ്തത്. മാനന്തവാടി ബിഷപ്പുമായി ഞാൻ ഫോണിൽ സംസാരിച്ചു. അദ്ദേഹവും കടുത്ത ആശങ്കയാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ജനത നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ് പരാജയപ്പെട്ടിരിക്കുകയാണ്. അടിയന്തരമായി മുഖ്യമന്ത്രി അവിടെ സന്ദർശിച്ച ഈ കാര്യത്തിൽ ജനങ്ങൾക്ക് ആശ്വാസം പകർന്നു കൊടുക്കാനും ശാശ്വതമായ പരിഹാരത്തിന് മുൻകൈയെടുക്കാനും തയ്യാറാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പോൾ മുഖ്യമന്ത്രി മുഖാമുഖം നടത്തുകയാണ്. ആ മുഖാമുഖം കൊണ്ട് എന്ത് പ്രയോജനമാണ്? നേരത്തെ നവകേരള സദസ്സ് നടത്തി, അതൊരു മുഖാമുഖമായിരുന്നല്ലോ. അപ്പം നവകേരള കോടിക്കണക്കിന് രൂപ സർക്കാരിൻ്റെ പണം ചെലവഴിച്ച് നാട്ടുകാരിൽ നിന്ന് പണം പിരിച്ചും നടത്തിയ
നവകേരള സദസ്സ് ഒരു പരിപൂർണ പരാജയമാണ് എന്ന് മുഖ്യമന്ത്രിക്ക് തന്നെ ബോധ്യപ്പെട്ടതിൻ്റെ വെളിച്ചത്തിലാണ് PR ഏജൻസികൾ സജസ്റ്റ് ചെയ്ത പ്രകാരം മുഖാമുഖം നടത്തുന്നത്. ഈ മുഖാമുഖത്തിനും സർക്കാരിൻ്റെ പണം ചെലവഴിക്കുന്നു, സ്പോൺസർമാരെ കണ്ടെത്തി ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചുകൊണ്ട് നടത്തുന്നു. അപ്പോൾ ഇതെല്ലാം സർക്കാർ ചെലവിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രചരണം മാത്രമാണ് ഈ മുഖാമുഖം പരിപാടിയും. നവകേരള സദസ്സിലൂടെ ലക്ഷക്കണക്കിന് പരാതികൾ കിട്ടിയിട്ട് ആ പരാതികളൊന്നും പരിഹരിക്കാൻ ഗവൺമെൻറ് നടപടി സ്വീകരിച്ചിട്ടില്ല. ഇപ്പോഴും ആ പരാതികളൊക്കെ കെട്ടിക്കിടക്കുകയാണ്. അന്ന് തകർത്ത മതിലുകൾ പലതും കെട്ടാനുണ്ട്. ആ സദസ്സുണ്ടാക്കിയ വിനാശം ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോഴാണ് പുതിയ തരത്തിൽ ഇപ്പം മുഖാമുഖം, അത് PR ഏജൻസികൾ സജസ്റ്റ് ചെയ്ത പ്രകാരം പുതിയ മുഖാമുഖവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. വാസ്തവത്തിൽ ഈ മുഖാമുഖം ആദ്യം നടത്തേണ്ടത് വയനാട്ടിലെ കർഷകരുമായിട്ട് വേണമായിരുന്നു എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. പാവപ്പെട്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കണ്ണുനീരും കൈയുമായി കഴിയുന്ന ഒരു ജനതയോടായിരുന്നു ആദ്യം മുഖ്യമന്ത്രി ഇത് നടത്തേണ്ടത്. അതല്ലാതെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സർക്കാർ മിഷനറി ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ രാഷ്ട്രീയ പ്രചരണം അവസാനിപ്പിക്കുകയാണ് വേണ്ടത്.